നമ്പൂതിരി സ്മാർട്ട് ആയിട്ടുണ്ട്. ലേശം മണം വെച്ചിട്ടുണ്ട്. എന്റെ ദൈവേ, എനിക്കിത് കാണാൻ വയ്യേ. ഇതവൻ തന്നെ. നീ ഒന്ന് ഉഷാറാവപ്പെട്ടാ, അവര് കണ്ട മോശം കേട്ടോ. എന്താ അവിടെ? വാ അപ്പൂട്ട. ഡോക്ടർ, ഇത് അപ്പൂട്ടൻ, മൈ സ്പോൺസർ, ഓണർ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. ഹീസ് ലവ്ഡ് ആൻഡ് ലൈക്ഡ് ബൈ എവരിബഡി. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ തമ്മിലുള്ള ലവ് ഇവനറിയരുത്. അതായത് നീ പിന്നെ എവരിബഡി ഒരുത്തരറിയരുത്. ബാക്കിയുള്ളവരെയൊക്കെ അപ്പൂട്ടൻ പരിചയപ്പെടുത്തും. ആ, ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. വളരെ വൃത്തിയും എടുപ്പൊക്കെ ഉള്ള ആളാ. നന്നായി ശ്രദ്ധിച്ചേക്കണേ. ആ, ശ്രദ്ധിക്കാം. വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്പിളി പറഞ്ഞ് ധാരാളം കേട്ടിരിക്കണു. പിന്നെ അപ്പൂട്ടനും കൂട്ടനും അന്ന് കോളേജിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെ കുറിച്ചും പറഞ്ഞു കേട്ടു. ഡോക്ടർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തിനാ മുത്തശ്ശിയെ വിളിച്ചത്? ഒരു മുത്തശ്ശി എന്നെ എടുത്ത് വളർത്തിയത്. അവന്റെ കൈ ഒടിഞ്ഞു മതിയടാ. ബാക്കിയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടണേ ഡോക്ടറെ. വേണ്ട, ഒരാളെ പരിചയപ്പെട്ടപ്പോ തന്നെ വല്ലാണ്ട് നിറഞ്ഞു. ഇനി സമയമുണ്ടല്ലോ. ആ കസേര അവിടെ ഇട്ടേക്ക്. സിസ്റ്ററെ, ഈ സ്ക്രീൻ എടുത്ത് ഇവിടെ വെക്കോ. ഡോക്ടർ ഇരിക്കൂ. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഓ, എങ്ങനെയുണ്ട് അപ്പൂട്ടൻ? അപാരമായ ശാരീരിക ശേഷിയുണ്ട്. അത് മാത്രമല്ല, നല്ല മനസ്സാ. ആർക്കും വാരി കോരി കൊടുക്കും. എനിക്കും പിടിപ്പതങ്ങോട്ട് കിട്ടി. സംശയിക്കണ്ട, അമ്പിളിന്റെ വർത്താനത്തിന് കുരിയിട്ടി. ഇത് ഓൻ തന്നെ. രാമൻകുട്ടി, കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പിളി പിടിവിട്ട് പോവുകയാണ് പോട്ടാ. ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വടക്കേപ്പറമ്പിലെ വീടൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. നിന്നെ ഉച്ചയ്ക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? കേമായിട്ട് കുളിയും തേവാരും കഴിക്കണം. സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങണം. അത്രയല്ലേ വേണ്ടൂ. ധാരാളം മതി. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ. നല്ല കാറ്റ്. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ? അതും നടക്കും. വന്നോളൂ. ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ. മതി. പിന്നെ മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്. ആ ഫാനിലാ കെട്ടി തൂങ്ങിയത്. കണ്ണും തുറച്ച് നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആരാബ്? ആരാ? ചോറ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കുടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനിക്ക് വെക്കുന്ന ഡോക്ടറല്ലേ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ? ചോറ് ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കേറിയ ദിവസം തന്നെ അത് സംഭവിക്കും. എന്താ ഇപ്പൊ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവം കലശലാവുന്നത്. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. നമ്പൂതിരിയല്ലേ, ഓണയാഴ്ച കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കിടന്നോളുക.